കേരളം പുതുചരിത്രത്തിലേക്ക് യാത്ര തുടങ്ങി. ഇനി മുതൽ സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കും KSRTC ഓർഡിനറി ബസ്സിൽ യാത്ര സൗജന്യം. സീറോ ടിക്കറ്റ് യാത്ര ഫ്ളാഗ് ഓഫ് ചെയ്ത് മുഖ്യമന്ത്രി പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഔദാര്യമല്ല, അവകാശമാണെന്ന് സതീശൻ. പ്രിയദർശിനി സൗജന്യ യാത്രാ പദ്ധതിയിലെ ആദ്യ ടിക്കറ്റുകൾ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന വനിതകളെ പ്രതിനിധീകരിച്ച് തമ്പാനൂർ ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയ ഡെൽബിയുടെ കൈകളിലേക്ക് പ്രിയദർശിനി ഓർഡിനറി ബസിന്റെ ആദ്യ ടിക്കറ്റ് കൈമാറിക്കൊണ്ട് VD സതീശൻ സർക്കാർ നടന്നുകയറിയത് ചരിത്രത്തിലേക്കാണ്. സർക്കാർ കേരളത്തിലെ വനിതകൾക്ക് നൽകുന്ന ഔദാര്യമല്ല, എന്നാൽ ഈ പദ്ധതി കേരളത്തിലെ സ്ത്രീകൾക്കായുള്ള സർക്കാരിന്റെ ആദരവായി കാണണമെന്ന മുഖ്യമന്ത്രിയുടെ വാക്കുകളെ ഹൃദയം കൊണ്ടാണ് കേരളക്കര ഏറ്റുവാങ്ങിയത്. ഞാൻ കരുതുന്നത് ഈ പദ്ധതിക്ക് സാമൂഹ്യവും സാമ്പത്തികവുമായ പ്രതിഫലനങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകുന്ന സാമൂഹ്യമായ പ്രതിഫലനം എന്ന് പറയുന്നത് സ്ത്രീകൾക്ക് അഭിമാനത്തോടു കൂടി സർക്കാരിൻ്റെ ഒരു വണ്ടിയിൽ യാത്ര ചെയ്യാൻ കഴിയുക. അത് സൗജന്യമല്ല. ഞങ്ങളുടെ സർക്കാർ, ഞങ്ങളുടെ വാഹനം, ഞങ്ങൾ ഇതിലൂടെ യാത്ര ചെയ്യുന്നു. മുഖ്യമന്ത്രി VD സതീശനും ഗതാഗത വകുപ്പ് മന്ത്രി CP ജോണും മന്ത്രി KA തുളസിയും അടക്കമുള്ളവർ ആർപ്പുവിളികളോടെയും കയ്യടികളോടെയും വരവേറ്റ വൻ ജനാവലിയെ സാക്ഷി നിർത്തി ആദ്യ യാത്ര തമ്പാനൂരിൽ നിന്നും സെക്രട്ടേറിയറ്റിലേക്ക് ആരംഭിച്ചു. ഈ ചരിത്രയാത്രയ്ക്ക് വളയം പിടിച്ചതും വളകളിട്ട കൈകളാണ്. PSC വഴി നിയമിതയായ ആദ്യ വനിതാ ഡ്രൈവറായ ഷീലയ്ക്കും ഇത് അഭിമാന നിമിഷം. അധികാരത്തിലേറി 1 മാസം പോലും തികയുന്നതിനു മുൻപാണ് സർക്കാർ സൗജന്യയാത്രയെന്ന ചരിത്രപരമായ പദ്ധതി ജനങ്ങളിലേക്ക് എത്തിക്കുന്നത്. തിരഞ്ഞെടുപ്പിന് മുൻപ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം പാലിക്കപ്പെടുകയാണ്. ഇത് അവസാനമല്ല, ഒരു വലിയ മാറ്റത്തിന്റെ തുടക്കം മാത്രമെന്ന് ഗതാഗത മന്ത്രി പറയുന്നു. ഏതൊരു സ്ത്രീക്കും ഒരു രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റും ഇല്ലാതെ, യാതൊരു തരത്തിലുള്ള മുന്നൊരുക്കങ്ങളുമില്ലാതെ ധൈര്യമായി സ്വന്തം വീട്ടിൽ കയറി ചെല്ലാവുന്ന സ്വാതന്ത്ര്യത്തോടുകൂടി ഇനി KSRTC ഓർഡിനറി ബസ്സിൽ കയറി ചെല്ലാം. അവർക്ക് ഇഷ്ടമുള്ളിടത്ത് ഇറങ്ങാം. ഇതാണ് ഞങ്ങളുടെ വാഗ്ദാനം നിറവേറ്റിയതിന്റെ 1ാം ഘട്ടമെന്ന്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സമ്മിശ്ര പ്രതികരണങ്ങളാണ് പൊതുജനങ്ങളിൽ നിന്നും ലഭിക്കുന്നത്. പിന്തുണച്ചും എതിർത്തും നിർദ്ദേശങ്ങൾ നൽകിയും ജനങ്ങൾ തങ്ങളുടെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുകയാണ്. സ്ത്രീയാണ്, അതൊരു സർക്കാർ ഉദ്യോഗസ്ഥയാണ്, അപ്പൊ അവർക്ക് ഒരു ടിക്കറ്റ് എടുക്കാൻ കഴിയുമല്ലോ. അപ്പൊ അവര് പോലും ഫ്രീ ആയിട്ട് KSRTC ബസ്സിൽ യാത്ര ചെയ്യുമ്പം അതൊരു അമിത ബാധ്യതയാണ്. നമുക്കൊന്നും ഒരു ആനുകൂല്യമില്ല. ഒരു വർഷത്തില് 1200 കോടിയാണ് നമുക്ക് നഷ്ടം വരുന്നത്. ഇത് ആര് കൊടുക്കും? ഈ ദിനം ഒരു വലിയ യാത്രയുടെ തുടക്കമാകട്ടെ. കേരളത്തിലെ സ്ത്രീകൾക്ക് ഇനി അഭിമാനപൂർവ്വം സന്തോഷത്തോടെ യാത്ര ചെയ്യാൻ കഴിയട്ടെ. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.